ഹലോ നമസ്കാരം. എ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ടിയാഗോ ഇ വി ഓണർഷിപ്പിൽ എനിക്കിപ്പം ഒരു ദിവസം എങ്ങനെയാണ് ടിയാഗോ ഇ വി ഞാൻ യൂസ് ചെയ്യുന്നത്, എത്ര റേഞ്ച് കിട്ടുന്നുണ്ട്, അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ രാവിലെ ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് കൊല്ലം ഓഫീസിലേക്കാണ് പോകുന്നത്. ഏകദേശം ഒരു 100 കിലോമീറ്ററിനുണ്ട് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ നമുക്ക് ഇന്നലെ ട്രിപ്പ് 0-ലാക്കാം. 100% ചാർജുണ്ട്. ട്രിപ്പ് എ നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എത്ര റേഞ്ച് നമുക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് കാണുന്നത്. രാവിലെ ഞാനിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞാനിവിടുന്ന് തൊളിക്കോടുന്ന് നേരെ പുല്ലൂർ പോയിട്ട് പുല്ലൂർ വഴി കൊല്ലത്തോട്ടാണ് പോകുന്നത്. നമുക്ക് നോക്കാം എത്ര റേഞ്ച് കിട്ടുമെന്ന്. ഇപ്പം നമ്മൾ ഏകദേശം പുല്ലൂർ കഴിഞ്ഞ് ചെമ്മന്തൂർ ആയിട്ടുണ്ട്. 4.3 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 2% ചാർജ് മാത്രമേ ആയിട്ടുള്ളൂ. 2%-ൽ 4 കിലോമീറ്റർ എനിക്ക് ഓടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ വെച്ചേക്കുന്നത് ഞാൻ 23 ഡിഗ്രിയിലാണ്. ഫാന് 1-ലാണ് ഇട്ടിരിക്കുന്നത്. 10.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വെറും 4% മാത്രമേ നമുക്ക് ചാർജ് യൂസ് ചെയ്തിട്ടുള്ളൂ. 4%-ൽ ഇപ്പോൾ നമുക്ക് 10 കിലോമീറ്റർ കൂടുതൽ ഓടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം കൊട്ടാരക്കര കഴിഞ്ഞിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് പ്രശ്നം കാണും. അതുപോലെ തന്നെ മൈക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഫോണിൻ്റെ ഇൻബിൽട്ട് മൈക്കിൽ തന്നെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മൈക്ക് സെറ്റിലെ സ്പീക്കറിൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കയറി വരുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. ടിയാഗോ ഇ വി ഓണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി നല്ല വണ്ടിയാണ്. എനിക്ക് നിലവിൽ ഇതേവരെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടിയൊന്നും കിടക്കേണ്ടി വന്നിട്ടില്ല. ഏകദേശം ഒരു 65,000 കിലോമീറ്റർ ആയപ്പോഴാണ് എനിക്ക് ഫ്രണ്ടിലത്തെ 2 ടയർ മാറേണ്ടി വന്നത്. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നമ്മൾ 30 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചാർജ് ബാലൻസ് ഉള്ളത് 87% ആണ്. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട ബ്ലോക്ക് വരുന്ന സ്ഥലം. ഇത് എളമ്പല്ലൂർ ജംഗ്ഷനാണ്. ഇവിടെ ഒരു റെയിൽവേ ക്രോസ് റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ അവിടെയാണ് മെയിൻ ബ്ലോക്ക് വരുന്നത്. ഇവിടെ ഒരു ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പം ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇവിടുന്ന് ബ്ലോക്കും കഴിഞ്ഞ് നേരെ ഞാൻ കല്ലുംതാഴം വഴിയാണ് പോകുന്നത്. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഏകദേശം 1 വർഷം 9 മാസം ആവുന്നു. ഞാൻ വാങ്ങിച്ചത് ജൂലൈ 2024-ലാണ്. ഇതുവരെ ഞാൻ ഏകദേശം ഒരു 72,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത്ര ഓടിയതിൽ വെച്ചിട്ട് ഞാൻ ടോട്ടലി ഹാപ്പിയാണ്. സർവീസ് ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പത്തനാപുരത്തെ ലെക്സൺ ടാറ്റയിലാണ്. അവിടുത്തെ സർവീസും കുഴപ്പമില്ലാതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നും വലുതായിട്ട് വന്നിട്ടുമില്ല. ബാറ്ററിക്ക് ഇഷ്യൂവോ അല്ലെങ്കിൽ മോട്ടറിന് കംപ്ലയിൻറ്റോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. നിലവിൽ ഞാൻ ടോട്ടലി ഹാപ്പിയാണ് ഈ ടിയാഗോ ഇ വിയിൽ. ഇപ്പം നമ്മൾ ഏകദേശം 34.8 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 86% ചാർജും ബാലൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ സ്പോർട്സ് മോഡിലാണ് ഓടുന്നത്. ഞാൻ ഇടയ്ക്ക് രാവിലെ ടൈം തികയാത്തപ്പോഴത്തേക്ക് ഞാൻ മിക്കപ്പോഴും വീട്ടിൽ നിന്ന് അവിടെ ഓഫീസ് വരെ സ്പോർട്സിലായിരിക്കും പോകുന്നത്. ഇപ്പം 42.1 കിലോമീറ്റർ ഓടി. ഇപ്പോൾ ഏകദേശം നമ്മൾ കല്ലുംതാഴം ജംഗ്ഷനിലെത്താറായി. ഞാൻ മിക്കപ്പോഴും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ കാറിനകത്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്. അപ്പോഴത്തേക്കും തന്നെ റോഡിൻ്റെ വ്യൂ കറക്റ്റ് കിട്ടുകയും ചെയ്യും. അങ്ങനെ നമുക്കാണ്ട് ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ കല്ലുംതാഴം എത്തുമ്പോഴത്തേക്ക് ഇവിടെ ബൈപ്പാസിൻ്റെ ക്രോസ് ചെയ്ത് പോകുന്നതിന് അവിടെ ഒരു കുറച്ച് തിരക്കുണ്ട്. അവിടെയും ചിലപ്പോൾ ഒരു രാവിലെ ഒരു 5 മിനിറ്റൊക്കെ ചിലപ്പം ബ്ലോക്ക് വരാനുണ്ട്. പക്ഷേ ഇന്ന് കുറച്ച് ബ്ലോക്ക് ഉണ്ട് അവിടെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയെന്ന് കാണിക്കും. കൊല്ലത്തെത്താറായിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് വണ്ടി ഓടിച്ചവർക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും ഇലക്ട്രിക് വണ്ടി ഇഷ്ടപ്പെടും. കാരണം നല്ല സ്മൂത്താണ്, സൗണ്ടില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് ഓടിക്കാം. നമുക്കാണെങ്കിൽ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്റ്റിയറിങ് ഒരു കൈ വെച്ച് ഓടിക്കാം. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗും നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് വെച്ചേക്കാം. ഓടിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെ ബ്ലോക്കുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി വളരെ സുഖമാണ്. അതിനെക്കാട്ടി സുഖം എന്ന് പറയുന്നത് ഇ വി ആണ്. കാരണം അതിനകത്ത് വൈബ്രേഷൻ ഇല്ല, സൗണ്ടില്ല, സുഖമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാം. എത്ര ബ്ലോക്ക് വന്നാലും പ്രശ്നമില്ല. ഇതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിട്ടിരുന്നത് എർട്ടിഗയായിരുന്നു. എർട്ടിഗയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊല്ലത്തൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം നമ്മൾ കിടപ്പല്ലോ. അത്രയ്ക്ക് ബ്ലോക്കും പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഗിയറൊക്കെ മാറി ക്ലച്ചൊക്കെ ചവിട്ടി ഉപ്പാട് വരുമായിരുന്നു. ഇപ്പം നല്ല സുഖമാണ്. ഞാനിപ്പോൾ ഡെയിലി ഓഫീസിൽ പോകുന്നത്, വീട്ടിൽ നിന്ന് കൊല്ലത്തോട്ട് പോകുന്നത് എപ്പോഴും ഈ ടിയാഗോ ഇ വിക്കകത്താണ്. വളരെ കംഫർട്ടബിളാണ്, നല്ല സുഖമാണ് ഓടിക്കാൻ. നമ്മൾ ഈ കല്ലുതാനം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി ചിന്നക്കടയിലും സിഗ്നലിൻ്റെ അവിടെയും അതുപോലെ കടപ്പാക്കട സിഗ്നലിൻ്റെ അവിടെയും കുറച്ച് തിരക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫീസിലെത്തും. അപ്പോൾ നമ്മളിപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയത്തില്ല, ഇന്ന് ഭയങ്കര ബ്ലോക്കാണ്. കടപ്പാക്കട എത്താറായതേ ഉള്ളൂ, ഇതിന് മുന്നേ തന്നെ ഭയങ്കര ബ്ലോക്ക്. ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പ്രൈവറ്റ് ബസ്സുകാരന്മാരാണ്. അവന്മാരാണെങ്കിൽ ഇടത്തൂടെയും വലത്തൂടെയൊക്കെ കയറി പോവുകയും ചെയ്യും, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും.
ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയൊന്നും നോക്കാതെ തന്നെ അവന്മാർ കയറി പോകുന്നത്. ആക്ച്വലി എനിക്ക് ഒരു ദിവസം അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഇവന്മാർ വന്ന് നേരെ ബ്ലോക്കിൽ നിർത്തിയിട്ട് എൻ്റെ വണ്ടിക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഇടിച്ചും കയറ്റി. പിന്നെ അത് പോലീസ് സ്റ്റേഷനിൽ കേസൊക്കെ കൊടുത്ത് അവസാനം സെറ്റിൽ ചെയ്തു. ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു അമ്പലത്തിലെ എന്തോ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ആനയും ആളുകളൊക്കെ നടന്നു പോകുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലോക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം കടപ്പാക്കട എത്താറായിട്ടുണ്ട്. നല്ല അടുത്ത ആനയും അമ്പലത്തിൻ്റെ പരിപാടിയൊക്കെ ആയിട്ടാണ് അടുത്ത ആളുകൾ പോകുന്നുണ്ട്. നമ്മളിപ്പം ചിന്നക്കട റൗണ്ടിൻ്റെ അവിടെ വരെ ആയിട്ടുണ്ട്. ചിന്നക്കട റൗണ്ടിൻ്റെ അടുത്തൊരു PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റും ഉണ്ട്. നമുക്ക് ഒരു ദിവസം അവിടെ കയറി കഴിച്ചു നോക്കാം. ഇപ്പോൾ ഏകദേശം 48.8 കിലോമീറ്റർ ആയിട്ടുണ്ട്. ടെമ്പറേച്ചർ 23 ഡിഗ്രി സെൽഷ്യസിലാണ് വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 9:30-10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ എത്തും. ഓഫീസിലെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യാം. ഞാൻ ഓഫീസെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഒരു 5 മണിയായപ്പോഴത്തേക്ക് ഞാൻ നാളെ തിരിച്ച് നമ്മുടെ TIAGVക്കകത്ത് കയറുകയാണ്. ഇനി തിരിച്ച് വീട്ടിലോട്ടാണ് പോകുന്നത്. സാധനങ്ങളും ബാഗൊക്കെ ബാക്കിൽ വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം എത്ര റേഞ്ച് ബാലൻസ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. ആക്ച്വലി അതിനകത്ത് കാണിക്കുന്ന റേഞ്ചിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം റേഞ്ച് ഒരുപാടുണ്ടെന്ന് കാണിക്കുന്നു. നമ്മൾ ഏകദേശം 1% ചാർജിൽ 2 കിലോമീറ്ററിൽ കൂടുതൽ ഓടും. ഇപ്പോൾ 48.8 കിലോമീറ്ററാണ്. 79% ചാർജ് ബാലൻസ് ഉണ്ട്. അത് നമുക്ക് ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകാം. ഇപ്പോൾ ടെമ്പറേച്ചർ ഇപ്പോൾ 23 ഡിഗ്രിയാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണിയായി. കുറച്ച് ദൂരം ഓടിയതിന് ശേഷം നമുക്ക് അതിൻ്റെ AC-യുടെ കൂളിംഗ് കുറച്ചിട്ട് നോർമലാക്കാം. ഇപ്പോൾ ഏകദേശം 18 ഡിഗ്രി വെച്ചിരിക്കുന്നത്. അതൊന്ന് കുറയ്ക്കാം, കാരണം അകത്ത് കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ 21 ഡിഗ്രിയിലും അതുപോലെ തന്നെ ബ്ലോവർ ഫാൻ 1-ലും വെച്ചേക്കാം. ഇപ്പം റേഞ്ച് ഇപ്പോൾ കാണിക്കുന്ന 229, അത്രയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ 78% ബാലൻസ് ഉണ്ട്. ടോട്ടൽ 53 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. തിരിച്ച് പോകുന്നത് ഞാൻ നമ്മുടെ അഞ്ചാലമൂട് വഴിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പം അഞ്ചാലമൂട് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഏകദേശം കുണ്ടറ എത്തിയിട്ടുണ്ട്. കുണ്ടറ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഇറങ്ങുകയാണ്. അപ്പം 71% ബാലൻസ് ഉണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ അവസാനം വീട്ടിൽ എത്തിയപ്പോഴത്തേക്ക് 57% ബാലൻസ്, 98.3 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടോട്ടൽ 98 കിലോമീറ്ററിൽ നമുക്ക് 57% ബാലൻസ് ഉണ്ട്. അതായത് നമ്മൾ 98.3 കിലോമീറ്റർ ഓടാനായിട്ട് വെറും 43% നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് നമുക്ക് ഏകദേശം നമുക്ക് 1%-ൽ 2.27 കിലോമീറ്റർ ഓടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ TIAGയുടെ റേഞ്ച് ടെസ്റ്റ്.